ഈ വേനൽ ചൂടിന് ഏറ്റവും നല്ലത് നാടൻ പാനീയങ്ങളാണല്ലോ. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഒന്നുകിൽ മോരും വെള്ളം അല്ലെങ്കിൽ മോര് കൊണ്ടുള്ള സംഭാരം. ഇന്ന് ഞാൻ പുതിയ രീതിയിലുള്ള ഒരു സംഭാരമാണ് ഉണ്ടാക്കുന്നത്, പച്ചമാങ്ങ സംഭാരം. ഇതിൽ തൈരോ മോരോ ചേർക്കുന്നേ ഇല്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ ചൂട് സമയത്ത് അധികം സംസാരിച്ച് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അത് ഞാൻ തൊലി ചെത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം. 1 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചുമന്നുള്ളി. ഇത് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്, ചെറുനാരകത്തിൻ്റെ ഇല. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് ചേർത്താൽ ഒരു പ്രത്യേക രുചിയുണ്ട്. കറിവേപ്പില, കുറച്ച് ഐസ് ക്യൂബ്സ്, ഉപ്പ്, തണുത്ത വെള്ളം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് അല്പം പുളിയുള്ള മാങ്ങയാണ് നല്ലത്. പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മാങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, നാരകത്തിൻ്റെ ഇല ഇപ്പം ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് ചേർക്കാം, നോക്കിയിട്ട് ബാക്കി ഇടാം. ഒരു 3-4 ഐസ് ക്യൂബ്സ്, കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മാങ്ങ അരിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നാരകത്തിൻ്റെ ഇല ഒന്ന് കീറിയിടാം. ഇത് ഒത്തിരി അരക്കണ്ട. 2-3 കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മുടെ നാടൻ മാങ്ങാ സംഭാരം റെഡിയായി. സർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ 2-3 ഐസ് ക്യൂബ്സ് ചേർത്ത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ പച്ചമാങ്ങ സംഭാരം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ബിരിയോസ്.